നമ്മൾ പലരും പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് ഇതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന കണ്ടുള്ളവരായിരിക്കാം. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേദനകളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. പലപ്പോഴും ഈ ഒരു സംഗതിയെ പറ്റിയിട്ട് ആൾക്കാർ അത്ര അവബോധമുള്ളവരായിട്ടില്ല. കാരണം ഇതൊരു പുതിയ ബ്രാഞ്ച് ഓഫ് സ്പെഷ്യാലിറ്റിയാണ് പെയിൻ മെഡിസിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ക്രോണിക് പെയിൻ എന്ന് പറയുന്നത് ഏതൊരു വേദനയും 3 മാസത്തിൽ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ അതിനെ ക്രോണിക് പെയിൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ വേദന സംഹാരികൾ കൊണ്ട് മാത്രം ചികിത്സിച്ചാൽ ചിലപ്പോൾ വേദന മാറണമെന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെയും ഫ്ലോറോസ്കോപ്പിയുടെ സഹായത്തോടൊക്കെ ചില പ്രത്യേക തരത്തിൽ ഇഞ്ചക്ഷൻസ് ചില ശരീരഭാഗങ്ങളിൽ നൽകുക വഴിയും റീജനറേറ്റീവ് തെറാപ്പി PRP പോലുള്ള മറ്റ് റീജനറേറ്റീവ് തെറാപ്പികൾ നൽകുക വഴിയും ഫിസിക്കൽ മെഡിസിൻ, ഫിസിയോതെറാപ്പി, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് എല്ലാം ചെയ്യുക വഴി ഒരു പരിധിവരെ ക്രോണിക് പെയിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പലതിനും നമുക്ക് ചികിത്സിച്ച് അസുഖത്തെ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനെ മാറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്തിനു വേദന സഹിക്കണം? നമുക്ക് വേദന മാത്രമായിട്ട് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മാറ്റിയെടുക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കഴിയുന്നതും വേദനകളെ തുടക്കത്തിൽ തന്നെ വൈദ്യസഹായം തേടുക വഴി ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറുന്നത് ഒരു പരിധിവരെ തടയാനായിട്ട് സഹായിക്കും. താങ്ക് യു.